എന്ത് പറ്റി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക്? എന്ത് വിവരം കെട്ട പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണ്, അതിൽ പ്രതിഷേധിക്കേണ്ടതില്ല. ഇന്ത്യയുടെ മതേതരത്വം ശക്തിപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ് രാമക്ഷേത്രം. എന്തൊരു വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ് ബഹുമാന്യനായ പാണക്കാട് തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് കർത്തവ്യകർത്താർത്ഥം നമുക്കറിയാം, നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ RSS നടത്തിയിട്ടുള്ള ഈ കടന്നുകയറ്റത്തിന്റെ കൂടെയാണെന്ന് നിങ്ങളെ ആരാ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് BJP, RSSന്റെ രാഷ്ട്രീയ മുഖം. അതിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 5 വർഷം മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ 39% വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്കും RSSനും BJPക്കും അനുകൂലമായി കിട്ടിയിട്ടുള്ളത്. ബാക്കി 61% വോട്ടും വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പെട്ടികളിൽ വീണതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തുടരുന്നത്. ആ ജനവിധിയിൽ നിന്ന് തന്നെ വളരെ കൃത്യമല്ലേ? RSSന്റെ നയപരിപാടികളുമായി യോജിക്കുന്നവരല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെന്ന് വളരെ കൃത്യമല്ലേ? കാലത്തിന്റെ ഈ കണക്കെഴുത്ത് വായിക്കാൻ എന്തുകൊണ്ടാണ് താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും കഴിയാതെ പോകുന്നത്? താങ്കൾ അലങ്കരിക്കുന്ന പദവി ഈ രാമക്ഷേത്ര ബാബരി മസ്ജിദിന്റെ തകർക്കലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു സമുദായത്തിന്റെ പേരിലാണ് ആ പാർട്ടിയുള്ളത്. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് തന്നെ പറയുന്നു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ താങ്കൾ 1000 പള്ളികളുടെ ഇമാമാണ് എന്ന്. താങ്കൾ കേട്ടോ? രാമക്ഷേത്രം തകർത്ത്, ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ RSS അതിലത് അവസാനിപ്പിക്കുന്നില്ല. കാശിയും മധുരയും ഒക്കെ അവർ നേരത്തെ ഉന്നയിച്ചതാണ്. മാത്രമല്ല, അവർ പറഞ്ഞിട്ടുള്ളത് കാശിയും മധുരയും ഒക്കെ അടക്കം 4 ലക്ഷത്തോളം പള്ളികൾ പിടിച്ചെടുക്കാനുണ്ട് എന്നാണ്. അതിൽ താങ്കൾ കാളിയായിട്ടുള്ള 1000 പള്ളികളിൽപ്പെട്ട പള്ളികൾ പെടില്ല എന്ന് താങ്കൾക്ക് ധൈര്യമുണ്ടോ? എന്നിട്ടാണ് താങ്കൾ ഈ ന്യായീകരിക്കുന്നത് അത് ഇന്ത്യയിലെ മതേതരത്വത്തിന് ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രതീകം കൂടിയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. എവിടെ എത്തി താങ്കളുടെ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെങ്കിൽ ഇന്ത്യയുടെ, താങ്കൾ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതരത്വം ആദ്യം തകർത്തത് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് 1949 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാബരി മസ്ജിദിനകത്ത് രാമന്റെ രാമവിഗ്രഹം സ്വയംഭൂവായി വന്നു എന്ന് ഉത്തർപ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതെടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ. അത് മതേതരത്വത്തോട് ചെയ്ത കടുങ്കൈയാണോ? സത്യത്തിൽ ഇന്ത്യയാകെ വാഴ്ത്തിപ്പാടുന്നതല്ലേ അദ്ദേഹത്തിന്റെ മതേതരബോധം? നെഹ്റുവിന്റെ മതേതരബോധത്തിൽ നമുക്ക് വല്ല സംശയമുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മഹാത്മാഗാന്ധിയുടെ മതേതര ബോധത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ആ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചത് ആരാണ് എന്ന കാര്യം താങ്കൾക്കറിയില്ലേ? RSSന്റെ തത്വസംഹിത ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ കൊന്നത്. ആ ഗാന്ധിയെ കൊന്നത് ശരിയാണ് എന്ന് ഇന്നും വാദിക്കുന്നവരാണ് ഇന്ത്യയിലെ RSSകാർ. അതുകൊണ്ടാണല്ലോ ഗാന്ധി കൊല്ലപ്പെടുന്ന ദിവസം പ്രതീകാത്മകമായി ഇന്നും ഗാന്ധിയുടെ നെഞ്ചിലേക്ക് അവർ നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. വളരെ വ്യക്തമായി ഗാന്ധിക്കെതിരെ പറയാനുള്ള ആത്മധൈര്യം വർത്തമാനകാല ഇന്ത്യയിൽ അവർക്ക് ലഭിക്കുമ്പോഴാണ് അവർക്കനുകൂലമായി താങ്കൾ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്താണ് താങ്കളെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത്? ഭയമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ കേരളം സംശയിക്കും, മുസ്ലിം സമുദായം സംശയിക്കും. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ ചരിത്രം നിങ്ങൾക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. 1992 നിങ്ങളുടെ പത്രമായ ചന്ദ്രികയിൽ വന്നതെന്താണ്? ഈ വിവാദ ഭൂമിയിലല്ല ഈ ശിലാന്യാസം നടന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ രാജീവ് ഗാന്ധിയുടെ ഒത്താശയോടുകൂടിയാണ് ശിലാന്യാസം. ഈ വിവാദ ഭൂമിയിലല്ല എന്നാ നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? തകർക്കപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ഉറപ്പ് തന്നിട്ടുണ്ട്, പ്രധാനമന്ത്രി നരസിംഹറാവു ഉറപ്പ് തന്നിട്ടുണ്ട് പള്ളി തകർക്കില്ല എന്ന്.
ആ ഉറപ്പിനെയൊക്കെ നിങ്ങളോട് പറഞ്ഞ വാക്ക് ലംഘിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ചിഹ്ന ഭിന്നമാക്കപ്പെട്ടപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ആ നരസിംഹറാവു വഞ്ചിച്ചു, കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് പറഞ്ഞ അധികാരം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നോ? നിന്നില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നു. അതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ പറയുന്നത് 992 ബാബരി മസ്ജിദ് തകർന്നപ്പോ കേരളത്തിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലാതിരുന്നത് നിങ്ങൾക്ക് അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരണ്ടേ? നിങ്ങൾ ഇറങ്ങിയോ? ഇല്ല. നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ സഹകരിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അന്ന് കേരളത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കലാപമൊന്നും ഉണ്ടായിട്ടില്ല, അത് പാണക്കാട് കുടുംബത്തിന്റെ തങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് എന്ന് നിങ്ങൾ എത്ര വട്ടം നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ഈ നാട്ടിൽ പറഞ്ഞു? സത്യം കേരളത്തിന് അറിയില്ലേ? അന്ന് കേരളത്തിൽ പട്ടാളം ഇറങ്ങിയില്ലേ? 16ഓളം ആളുകൾ കേരളത്തിൽ കൊല്ലപ്പെട്ടില്ലേ? അത് മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്? ഈ 2 ജില്ലയിലും ലീഗിന് നല്ല സ്വാധീനമില്ലേ? നിങ്ങൾ നോക്ക്, വിഭജന കാലത്ത് ഏറ്റവും കൂടുതൽ കലാപം ആളിപ്പടർന്ന, ലക്ഷങ്ങൾ കൊല ചെയ്യപ്പെട്ട ബംഗാളിന്റെ മണ്ണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അന്ന് കലാപമുണ്ടായോ? ത്രിപുരയുടെ മണ്ണിൽ കലാപമുണ്ടായോ? ഈ കേരളത്തിന്റെ മണ്ണിൽ കലാപം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താ? ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒതുങ്ങിയെങ്കിലും അന്നുണ്ടായി. ലീഗിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ മലപ്പുറത്തും കാസർഗോഡും? എന്നിട്ട് നിങ്ങളിങ്ങനെ ന്യായം പറയാണ്. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കാണ്, മറ്റു കാര്യങ്ങളിലൊന്നും കിടക്കുന്നില്ല. ഈ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി ഈ രഥയാത്ര നടത്തിയ അദ്വാനി കണ്ടില്ല നിങ്ങൾ? ഇന്നലെ ഭാരതരത്നം കൊടുത്ത് ഇവരെ ആദരിച്ചു ഇന്ത്യ ഭരിക്കുന്ന BJP. എന്താ കാരണം? രാമക്ഷേത്രം ഉണ്ടായ ഈ സമയത്ത് ആദരിക്കപ്പെടേണ്ടവനാണ് അദ്വാനി. അദ്ദേഹത്തിന് ഭാരതരത്ന, പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കൊടുത്തു. രാമക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി രഥയാത്രയുമായി കടന്നു വന്നപ്പോ അത് തടഞ്ഞൊരു മനുഷ്യനുണ്ട്, ലല്ലു പ്രസാദ് യാദവ്. അയാൾ ജന്മം കൊണ്ട് ഹിന്ദുവാണ്. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ട് ഹിന്ദുവാണ്. നല്ല മതവിശ്വാസിയാണ്. പക്ഷേ ഒരു വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു വിശ്വാസിയുടെ ആരാധനാലയം തകർക്കാൻ പാടില്ല. അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. മാത്രമല്ല ഇവര് ഉന്നയിക്കുന്ന ആവശ്യത്തിന് ഒരു ചരിത്രത്തിന്റെ പിൻബലവുമില്ല എന്ന തിരിച്ചറിവിലാണ് ലല്ലു പ്രസാദ് യാദവ് അതിനെ തടഞ്ഞത്. ആ തടഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ നേതാവ് കൂടിയായ VP സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഹിന്ദുവാണ്, ഹിന്ദുമത വിശ്വാസപ്രകാരം ജീവിക്കുന്ന ആളാണ്. അയാളുടെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് അന്ന് VP സിംഗിനെതിരെ ഇന്ത്യയുടെ പാർലമെന്റിൽ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോ കോൺഗ്രസിന്റെ കൂടെ നിന്നവരല്ലേ ലീഗ്? നിങ്ങൾ പോന്നോ? അവരുടെ കൂടെ നിന്ന് പോരാൻ ശ്രമിച്ചോ? ഇല്ല. ബാബരി മസ്ജിദ് തകർത്തപ്പോ നിങ്ങൾ പോന്നോ? പോന്നില്ല. നിങ്ങൾ എന്താ പറയുന്നത്? RSS എന്താ പറയുന്നത്? ഇന്ത്യയിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാര് ആണ് നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങളുടെ നേതൃത്വത്തിലുള്ളത്. പക്ഷെ നിങ്ങൾ കൃത്യമായി നോക്ക്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ബാബരി മസ്ജിദ് തകർത്തു, തരിപ്പണമാക്കി എന്ന് 1-ാം പേജിൽ കൃത്യമായി അത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ദേശാഭിമാനി ഉണ്ടായി. മലയാള മനോരമയൊക്കെ എന്താ പറഞ്ഞത്? തർക്കമന്ദിരത്തിലെ താഴികക്കുടങ്ങൾ തകർന്നു എന്ന്. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ളതെന്ന്. താങ്കൾ കണ്ടോ? 4-5 ദിവസം മുമ്പ് തന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതിന്റെ, അതായത് റിട്ടയർമെന്റിന്റെ തലേ ദിവസം ഒരു ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. ഗ്യാൻവാപ്പി പള്ളി, 2ാമത്തെ പള്ളിയിലേക്ക് RSSന് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തു. അവിടെ ആരാധനയ്ക്ക് അനുമതി കൊടുത്തു റിട്ടയർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്. അറിയാലോ, ഇന്ത്യയിൽ ബാബരി മസ്ജിദിന് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിമാർ ഇന്ന് എവിടെയുണ്ട്? ഗവർണർമാരായും കേന്ദ്രമന്ത്രിമാരായും MP-മാരായിട്ടും ഒക്കെ നിൽക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഗ്യാൻവാപ്പിയിലെ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരിൽ പാർലമെന്റ് മന്ദിരത്തിനകത്ത് രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട 3 MP-മാർ പ്രതിഷേധ സമരം നടത്തിയല്ലോ. എന്തേ ആ പ്രതിഷേധ സമരത്തിന് ഗ്യാൻവാപ്പിയിൽ നടത്തിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമരത്തിന്റെ കൂടെ ഈ കേരളത്തിൽ നിന്ന് ഒരുമിച്ച് ജയിച്ചു പോയ, നിങ്ങൾ പാറ പോലെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിനെ എന്തേ കണ്ടില്ല? ഒരു മാസം മുമ്പ് താങ്കൾ കണ്ടോ? ഇതേ ഗാന്ധി പ്രതിമയുടെ ചുവട്ടിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ശബരിമലയിൽ സുരക്ഷ പോരാ, കേന്ദ്രസേന ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസുകാർ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ കൂടെ ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിക്കാൻ E.T. മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമദ് സമദാനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തേ കോൺഗ്രസിനെ ഈ സമരത്തിൽ കിട്ടാതെ പോയി? അവരുടെ നിലപാട് നമുക്കറിയാം. ബാബരി മസ്ജിദുമായി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദ കാലത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ തീരുമാനമെടുക്കാൻ ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു അവർക്ക്. എന്നാൽ എന്റെ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നിമിഷം ചിന്തിക്കേണ്ടി വന്നില്ല. ഞങ്ങളില്ല എന്ന് പറഞ്ഞത് ഒരാരാധനാലയം തകർത്ത് മറ്റൊരാരാധനാലയം ഉണ്ടാക്കിയത് ഇന്ത്യയുടെ മതേതരത്വത്തിന് കടുത്ത വെല്ലുവിളിയാണ് എന്ന കൃത്യമായ തിരിച്ചറിവിലാണ് ഇല്ല എന്ന് പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിന്റെ അയകുഴമ്പൻ നയത്തിന്റെ കൂടെയായിരുന്നു നിങ്ങൾ. അന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു അത് വിശ്വാസമാണ്, അത് അവനവന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അവസാനം പോകണ്ട എന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയ കാരണം കൊണ്ടാണ്. അത് രാഷ്ട്രീയമായി മോഡി നടത്തുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് പോവാതിരുന്നത് എന്നാ കോൺഗ്രസ് പറഞ്ഞത്. എന്നിട്ടോ രാഷ്ട്രീയ കാരണം കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ മന്ത്രി പോയി.
ആ ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ കാരണം കൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് അവിടെ അവധി കൊടുത്തു. യു പിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിന് പോയി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ലേ ആ കോൺഗ്രസിന്റെ കൂടെയല്ലേ നിൽക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് ലീഗിന്റെ നേതൃത്വത്തോടല്ല, സാദിഖ് അലി തങ്ങളോടല്ല, ലീഗിന്റെ കേരളത്തിലെ നേതൃത്വത്തോടല്ല, ലീഗിന്റെ കൂടെ നിൽക്കുന്ന പാവപ്പെട്ട അണികളെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്ക് നിങ്ങൾ. ഈ കേരളത്തിലേക്കൊന്ന് കടന്നു വന്ന് നോക്ക്. സംസ്കൃത സർവകലാശാലയുടെ ഉജ്ജ്വലമായ വിജയം നേടി തെരഞ്ഞെടുപ്പിൽ SFI തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ അന്ന് SFI നടത്തിയ പ്രകടനത്തിന്റെ മുമ്പിൽ ഒരു ബാനറുണ്ട്. ആ ബാനറിൽ വിജയിച്ചവർക്കുള്ള അഭിവാദ്യം എഴുതിയതിനോടൊപ്പം അതിനേക്കാൾ വലിപ്പത്തിൽ അച്ചടിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ബാബരി മസ്ജിദ് തകർത്തത് RSS ആണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് RSS ആണ്. അന്തസ്സോടെ എഴുതി വെക്കാൻ ആ കുട്ടികൾക്ക് കരുത്ത് പകരുന്നത് ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടി എന്നതുകൊണ്ടാണ്. മറ്റൊരു കോളേജ് യൂണിയൻ ഭരിക്കുന്ന SFI ചെയ്തത് നിങ്ങൾ കണ്ടോ? അവിടെ യുവജനോത്സവം നടക്കുക കോളേജ് യൂണിയനിലെ. ആ യുവജനോത്സവത്തിന്റെ സ്റ്റേജിന് അവരിട്ട പേരെന്താണ്? ഒരു സ്റ്റേജിന്റെ പേര് മണിപ്പൂർ, മറ്റൊരു സ്റ്റേജിന്റെ പേര് ഫലസ്തീൻ, മൂന്നാമത്തെ സ്റ്റേജിന്റെ പേരെന്താ അറിയോ? ബാബരി. ആ ബാബരി ഒരു പ്രതീകമാണ്, ഒരു യുദ്ധത്തിന്റെ, മതേതരം സംരക്ഷിക്കാനുള്ള യുദ്ധത്തിന്റെ പ്രതീകമായി ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റുകാരിൽ കേരളത്തിലടക്കം മഹാഭൂരിപക്ഷം ജന്മം കൊണ്ട് ഹിന്ദുവാണ്, പക്ഷേ അവർ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ടാണ് അവർ ഉറച്ച നിലപാടെടുക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരെ, അണികളെ, നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്ക്. സ്വന്തം പാർട്ടിയുടെ ലാഭത്തിന് വേണ്ടി അർസിന്റെ തണല് പറയുന്ന നേതൃത്വം, നിങ്ങൾ ലീഗിൽ നിന്ന് അകന്നാൽ ദീനിൽ നിന്ന് അകന്നു എന്ന കള്ളപ്രസ്താവന നടത്തുന്ന നേതൃത്വം, ഇവർ സത്യത്തിൽ ദീനിന്റെ മതത്തിന്റെ വക്താക്കളാണോ? മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ ഇവർക്ക് സാധിക്കോ? ഇനിയും വൈകിക്കൂടാ. നെഞ്ചത്ത് കൈവച്ച് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരെ, മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ചിന്തിക്കണം. ഇവരെവിടേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? അവർക്ക് ഭയപ്പെടാൻ പലതുമുണ്ട്, അവർക്ക് മടിയിൽ കനമുണ്ട്. അതുകൊണ്ടാണ് വഴിയെ പേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, പ്രസ്താവനകൾ, RSSന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ അവർ നടത്തുന്നത്. ഭാവിയിലും ഇതിനപ്പുറമൊന്നും ഈ നേതൃത്വത്തിൽ നിന്ന്, എന്തിന് പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കമുള്ളവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തിരിച്ചറിയാൻ വൈകിക്കൂടാ എന്ന് മുസ്ലിം ലീഗിനെ ഇന്നും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട അണികളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.